സൂപ്പർ പടമാണ്, സൂപ്പർ പടം, അടിപൊളി. കിടു സിനിമ കിടു സൂപ്പറാണ്. പിന്നെ അബു സലീം എന്നുള്ള ആക്ടർ നമ്മൾ ഒരുപാട് പടങ്ങളിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ ഓപ്പോസിറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മാഭിനയം ഇതിൽ കാഴ്ചവെക്കാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ഷൻ്റെ ഒരു മികവാണ്. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം, നമസ്കാരം. ഓരോ വെള്ളിയാഴ്ചയും ഓരോ സിനിമാ താരങ്ങളുടെയും ഓരോ സംവിധായകന്റെയും താരോദയങ്ങളായി മാറ്റുന്ന ഒരു ദിനം തന്നെയാണ്. അങ്ങനെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായ കലാകാരൻ സക്കീർ മണ്ണാർമലയുടെ ഒരു പുതിയ സിനിമ തിയേറ്ററിലെത്തുകയാണ്. തെളിവ് സഹിതം എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. വളരെ വ്യത്യസ്തമായ ഈ ഒരു ക്രൈം ത്രില്ലർ സിനിമയിൽ മലയാള സിനിമയിലെ ഒരുപാട് താരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. നിഷാദ് സാഗർ, മേജർ രവി, അബു സലീം, രാജേഷ് ശർമ്മ, നിർമ്മൽ പാലായി, പ്രദീപ് ബാലൻ ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങളാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലറാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നവാഗത സംവിധായകനാണെങ്കിലും സക്കീർ മണ്ണാർമല മുമ്പും ഒരുപാട് ഷോർട്ട് ഫിലിംസിലൂടെ തന്റെ പ്രതിഭ തെളിയിച്ച ഒരു സംവിധായകൻ കൂടിയാണ്. നാട്ടുകാരന്റെ സിനിമ കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോ സിനിമാ പ്രേമികളും. ഈ ഒരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. മുമ്പ് ഞാൻ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് അയാളൊരു പരാതിയുമായി സ്റ്റേഷനിൽ വന്നത്. എന്തായിരുന്നു പരാതി? സൂപ്പർ പടമാണ്, സൂപ്പർ പടം. സക്കീർ മണ്ണാർമല എന്ന സംവിധായകൻ്റെ ഗംഭീര തുടക്കമാണ് ആയിരിക്കും ഈ പടം. അടിപൊളി. കിടു സിനിമ കിടു, ഒന്നും പറയാനല്ല, പക്ക അടിപൊളി സിനിമയാണ്. സൂപ്പറാണ്. സൂപ്പറാണ്. പിന്നെ കോമഡി എല്ലാതും ഒന്നിച്ച് പോകുന്നുണ്ട്. സക്കീർ മണ്ണാർമല എന്ന നവാഗത സംവിധായകന്റെ ആദ്യ സിനിമയാണ്. എന്തായാലും പ്രേക്ഷകർ ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കണമെന്ന് പറയാനുള്ള ഒരു ഘടകം എന്താണ് ഈ ഒരു സിനിമയിലുള്ളത്? അല്ല, ഒന്നാമത് ആദ്യമായിട്ട് പറയട്ടെ, ഒരു അതിഗംഭീര സിനിമ. കാരണം ഇപ്പോഴത്തെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻ്റർവെൽ വരെ കൊള്ളായിരുന്നു, അതിനുശേഷം മോശമായിരുന്നു, അതിനുശേഷം കുഴപ്പമില്ല, ഇൻ്റർവെൽ പഞ്ചുണ്ട്, മറ്റേതിൻ്റെ അങ്ങനെ പറയുന്ന റിവ്യൂവിനോട് അഭിപ്രായമില്ല. ഒരു സിനിമ ഒരു ടോട്ടാലിറ്റി എന്താണോ ഒരു പ്രേക്ഷകന് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ റിവ്യൂ. അങ്ങനെ പറയുമ്പോൾ ഒരു കലാസ്വാദം എന്നുള്ള നിലയിൽ അതിഗംഭീരമായ സിനിമയാണ്. കാരണം ലഹരി എന്നുള്ള മാരകമായ വിപത്തിനെ എതിരെ സംസാരിക്കുന്ന ഇത് എത്ര കണ്ട് പ്രേക്ഷകരെ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിർബന്ധമായി കണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആണ്, സോഷ്യൽ ഓറിയൻറ്റഡ് ആണ്. പിന്നെ ഒരു നിങ്ങൾ പറഞ്ഞ നവാഗത സംവിധായകൻ തോന്നുന്ന രീതിയിലല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ അബു സലീം എന്നുള്ള ആക്ടർ നമ്മൾ ഒരുപാട് പടങ്ങളിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ ഓപ്പോസിറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മാഭിനയം ഇതിൽ കാഴ്ചവെക്കാൻ ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ഷൻ്റെ ഒരു മികവാണ്. പിന്നെ എല്ലാർത്ഥത്തിലും സാങ്കേതികമായിട്ട് മികച്ചു നിൽക്കുന്ന പടമാണ്. തീർച്ചയായിട്ടും അത് ആദ്യ സംവിധായകനത്തിൽ കാണേണ്ടതില്ല. പല ആദ്യ സംവിധായകരുടെ പടങ്ങളും നല്ലതായിരുന്നു. അതിൽ മറ്റേ സക്കീർ മണ്ണാർമലയുടെ പടവും തീർച്ചയായിട്ടും ആദ്യ സംരംഭം എന്ന് കരുതേണ്ട ആവശ്യമില്ല. വളരെ നല്ല സിനിമയാണ്. കേക്ക് മംഗലനാട്ടിൽ ഒരുത്തം മൂപ്പനാദി സുൽത്താനാകലുമ്പോൾ അകലുണ്ടോടൻ ഇഷ്ടം പറ വെക്കണമെന്നും വടകര കുറ്റനറുക്കണമെന്നും സന്തു ബന്ധു സി മുഹമ്മദ് പലരും കൂടി ഇഷ്ടം പോലെ ചോറും കറിയും കൊടുക്കാനായോ. അയക്കാനായി കടച്ചങ്ങായി പാലം കിടക്കാനായി കടച്ചങ്ങായി കാലിച്ചെരുപ്പ് നെഞ്ചത്തിട്ട് പട്ടച്ചൂലൊണ്ടടിയും കിട്ടി കെട്ടി മോത്തു കുത്തി മാനം കെട്ട് പൊറുതി മുട്ടി ഈ ഭാഗം കെട്ടിട്ടിരിക്കണ നേരം വല്ല വൈക്കും പോയിക്കൂടെ ഈ വെള്ളം വിട്ടോ. സക്കീർ മണ്ണാർമല സംവിധാനം ചെയ്ത തെളിവ് സഹിതം എന്ന സിനിമ നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി സംഭവിച്ചേക്കാവുന്ന ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന ഒരു നല്ല കുടുംബകഥയാണ്, അല്ലെങ്കിൽ നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. തീർച്ചയായിട്ടും അതിലെ അഭിനേതാക്കളെ വളരെ നല്ല മനോഹരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. കുടുംബസമേതം കാണാവുന്ന നല്ലൊരു സിനിമയാണത്. നല്ലൊരു മൂവിയാണ്. ഒരു ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അവസാനം വരെ ഈ സസ്പെൻസ് കൊണ്ടുപോകാൻ നമ്മുടെ ഡയറക്ടർക്ക് കഴിഞ്ഞത് വളരെ ഒരു വിചിത്രമായ ഒരു മൂവിയാണ്. നോ വൺ ഷുഡ് മിസ് ഇറ്റ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂവിയാണ്. ഫാമിലീസ് എല്ലാവരും വന്ന് കാണണം. നല്ല ത്രില്ലർ മൂവിയാണ്. നമ്മളെ പെരിന്തൽമണ്ണക്കാരനെ ഒരാളെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. നമ്മളെ പരിചയമുള്ള സുഹൃത്താണ്. നല്ല പടം, നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഒരു സാധാരണ ഒരു നായക റോൾ തന്നെയാണ്. നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം.
ഓരോ സിനിമ നമ്മൾ കാണുമ്പോഴും നമ്മൾ ഊഹിക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ അവസാനം വരെ നല്ല ത്രില്ലോട് കൂടി കണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാട്ടുമ്പുറത്തുകാരനായ സക്കീർ മണ്ണാർമലയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുമുഖ നായകനായ ഇത് നായകൻ നമ്മുടെ അടുത്ത നാട്ടുകാരനാണ്. എന്തായാലും എല്ലാവരും ഒരുപോലെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ചെറിയ എസ് ഐ വേഷം ചെയ്തു. എല്ലാവരും ഈ സിനിമ കാണുക. സക്കീർ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആദ്യ സിനിമ, ഷൗക്കത്തിൻ്റെ ആദ്യ സിനിമ, എൻ്റെയും ആദ്യ സിനിമ. എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക. ാനൈക്കടച്ചങ്ങായി പാലം കിടക്കാനൈക്കടച്ചങ്ങായി കാലിച്ചെരുപ്പ് നെഞ്ചത്തിട്ട് പട്ടച്ചൂലൊണ്ടടിയും കിട്ടി ചൂട്ടുകെട്ടി മോത്തുകുത്തി മാനം കെട്ട് പൊറുതി മുട്ടി മുട്ടി ഈ വാദം കെട്ടിട്ടിരിക്കണ നേരം വല്ല വയ്ക്കും പോയിക്കൂടെ ഇവണം വിട്ടോ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഒരു പുതുമുഖ സംവിധായകൻ ഒരു സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്നുള്ള ഈ നല്ല വാക്കുകൾ, അവർ പറയുന്ന ഓരോ വാക്കുകളും എനിക്ക് ഒരുപാട് വിലയേറിയ വാക്കുകളാണ്. ഇത് കണ്ടിറങ്ങിയ ആളുകൾ പറയുന്ന പോലെ തന്നെ മറ്റ് തിയേറ്ററുകളിൽ നിന്നും കാണുന്ന ആളുകൾ എനിക്ക് ഫോണിലൂടെ പറയുമ്പോഴും ഞാൻ എത്രയോ മുകളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ സിനിമ കാണണം. കാരണം ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അത് ഇതിനകത്തുണ്ട്. ഈ ആഴ്ചയിൽ ഇറങ്ങിയ ഒരുപാട് വലിയ പടങ്ങളുടെ ഇടയിൽ നമ്മുടെ ഈ ഒരു പടവും നല്ല രീതിയിൽ ഓടുന്നുണ്ടെന്ന് അറിയുന്നതിൻ്റെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ത്രില്ലർ ജോർണൽ തന്നെയാണ് ഈ ഒരു സിനിമ നവാഗതനായ സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്. വളരെ മികച്ച ഒരു സിനിമ തന്നെയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഒരു നല്ല മികച്ച സിനിമ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ഓരോ സിനിമ ആസ്വാദകനും പങ്കുവച്ചിട്ടുള്ളത്. തീർച്ചയായും പ്രേക്ഷകരെല്ലാം കാണേണ്ട ഒരു സിനിമ തന്നെയാണെന്നാണ് ഒന്നടക്കം ഓരോ സിനിമ ആസ്വാദകനും പറയാനുള്ളത്. പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.